വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകേണ്ട സൗഹാർദ്ദവും സ്നേഹവും ഇഷ്ടവുമൊക്കെ ഇല്ലാതാക്കിക്കളയുന്ന എന്തൊക്കെ സ്വഭാവ വൈകല്യങ്ങളുണ്ടോ അതിനെയെല്ലാം അല്ലാഹു നിരോധിക്കുക മാത്രമല്ല ഗുരുതരമായ പാപമായിട്ട് നമ്മുടെ മുന്നിൽ പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹുസ്നുൽ ളന്നി മിൻ ഹുസ്നിൽ ഇബാദ എന്നതാണ് നമ്മൾ സംസാരിച്ചത്. ഏതൊരു വിശ്വാസിയെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് സൽവിചാരമാണ് എന്നും ആ നല്ല വിചാരത്തിന് പോലും മരിക്കുന്നത് വരെ കൂലിയുണ്ട് എന്നുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. നല്ല വിചാരമാണ് വിശ്വാസികളെക്കുറിച്ചുണ്ടാകേണ്ടത് എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹുവിന്റെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന വാക്ക്, നിങ്ങൾ വിശ്വാസികളുടെ ന്യൂനതകളും പോരായ്മകളും അവരിൽ സംഭവിക്കുന്ന തെറ്റുകളും ചികഞ്ഞന്വേഷിക്കുന്ന, അത് പരസ്യപ്പെടുത്തുന്ന, അതിൽ ആനന്ദം കണ്ടെത്തുന്ന സ്വഭാവ വൈകല്യമുള്ളവർ ആകരുത് എന്നതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചതോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ആയ ന്യൂനതകൾ ഉണ്ടാകും, പോരായ്മകൾ ഉണ്ടാകും. പുറത്തറിയാൻ ഒരാൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകും. അത് ചൂഴ്ന്നന്വേഷിച്ച് അത് ആളുകൾക്ക് കൈമാറി അതിൽ ആനന്ദം കൊണ്ട് ജീവിക്കുക എന്നത് ഏറ്റവും മോശപ്പെട്ട സ്വഭാവമായിട്ടാണ് അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഖുർആൻ ആ ആയത്ത് നമ്മൾക്ക് സുപരിചിതമാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇജ്തനിബു കസീറൻ മിനൽ ളന്നി, നിങ്ങൾ ഊഹങ്ങളെ ഒഴിവാക്കണം. കഴിഞ്ഞ ഖുതുബ അതായിരുന്നു. ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ, ഊഹങ്ങളിൽ വലിയത് കളവാണ്, ഭൂരിപക്ഷവും കളവാണ് വരിക, തെറ്റിദ്ധാരണകളാണ് ഊഹങ്ങളിൽ മുക്കാഭാഗവും വരിക. ഉടൻ അള്ളാഹുവിന്റെ വാക്ക്, വലാ തജസ്സസു, നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കുന്നവരാകരുത്. ഖുർആന്റെ നിർദ്ദേശമാണ്. ചെറിയൊരു വാക്ക് പറഞ്ഞ് അള്ളാഹ് പോകല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാകരുത്. ബാക്കിയുള്ളവന്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്ന ആള് എന്ന് നമ്മളെക്കുറിച്ച് ഒരാള് പോലും പറയുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഫത്തഖുല്ലാഹ്, അള്ളാൻ ആ വിഷയത്തിൽ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. സഹോദരങ്ങളെ, ഈ ആയത്തിന് സമാനമായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെയാണ് സംസാരിച്ചത്. പ്രവാചകനും ഇതേ വാക്ക് പറഞ്ഞു, ഇയ്യാക്കും വവ്വൻ, നിങ്ങൾ ഊഹങ്ങളെ ശ്രദ്ധിക്കണം. ഫഇന്നൽ വന്ന അക്ദബുൽ ഹദീസ്, സംസാരത്തെ ഏറ്റവും വലിയ കളവ് എന്ന് പറയുന്നത് ഊഹിച്ച് പറയാൻ. ഞാൻ കണ്ടതാണ്, എനിക്ക് മനസ്സിലാക്കി തരണ്ട, എനിക്ക് അറിയാൻ മാത്രം ബുദ്ധി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഊഹിക്കുമല്ലോ, തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയുന്ന വാക്കുണ്ടല്ലോ, അതാണ് നമ്മൾ സംസാരിക്കുന്ന ഏറ്റവും വലിയ കളവ്. അടുത്ത വാക്കെന്താ രസങ്ങളെ? വലാ തജസ്സസു, വിശ്വാസികളെ, എഴുതി നമ്മുടെ ഹൃദയത്തിൽ വെക്കണം. ബാക്കിയുള്ളവന്റെ ന്യൂനതകൾ അന്വേഷിക്കുന്ന ഏർപ്പാട് ഉണ്ടാകരുത്. ന്യൂനതകൾ ഉണ്ടാകും, അത് അന്വേഷിക്കാൻ അള്ളാഹ് നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടില്ല, അത് കണ്ടെത്താൻ അള്ളാഹു നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടില്ല, അത് പരസ്യമാക്കാൻ അള്ളാഹു നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ആ പണിക്ക് നമ്മൾ പോകരുത്. അടുത്ത വാക്കെന്താ അറിയോ? കൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിന്റെ ഏകോദര സഹോദരങ്ങളായ വിശ്വാസികളല്ലേ എന്ന് അള്ളാഹിന്റെ പ്രവാചകൻ ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ? ഈ ഇഖ്വത്ത്, ഈ സാഹോദര്യം, ഈ ഐക്യം, ഈ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഈ പരസ്പരമുള്ള സ്നേഹം തകർത്തു കളയുന്ന കാര്യമാണ് ബാക്കിയുള്ളവന്റെ ന്യൂനത അന്വേഷിക്കുന്ന ഏർപ്പാട്. പ്രവാചകന്റെ വാക്കിൽ അതിന്റെ ഗൗരവമുണ്ട്. നിങ്ങൾ ഒരേ ഖിബലയിലേക്ക് മുന്നിടുന്ന ആൾക്കാരാണ്, കല്യാണ ബന്ധം ഉണ്ടാകേണ്ടവരാണ്, ഒരു മഹല്ലിൽ നിസ്കരിക്കണോലാണ്, മയ്യത്ത് നിസ്കരിക്കേണ്ടോലാണ്, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കേണ്ടോലാണ്, കണ്ടുമുട്ടിയാൽ സലാം പറയേണ്ടോലാണ്. അപ്പോഴാണ് നിങ്ങൾ മുസ്ലിമീങ്ങളാകുക. ആ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട ഒരു ഇഖ്വത്തുണ്ട്, സാഹോദര്യമുണ്ട്. ആ സാഹോദര്യം തകർത്ത് കളയുന്ന സ്വഭാവമാണ് ബാക്കിയുള്ളവന്റെ ന്യൂനതകൾ കണ്ടെത്തി ജീവിക്കാൻ, അതിന് പരിശ്രമിക്കുക, അതിന് ഇഷ്ടമുണ്ടാകുക, അതിനൊരു കൂട്ടുകെട്ടുണ്ടാകുക, അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരങ്ങളെ, ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനും നിങ്ങളും പച്ച മനുഷ്യന്മാരാണ്, മലക്കാളല്ല. ഞാനും നിങ്ങളും മനുഷ്യന്മാരാണ്. നമ്മളെ വാപ്പാരും നമ്മളെ നാട്ടിലെ എല്ലാവരും മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരെ പറ്റി അള്ളാഹ് പറഞ്ഞ വാക്ക് നമുക്ക് എല്ലാവർക്കും പറയുന്ന വാക്കല്ലേ?
കുല്ലബ്ന ആദം ഖത്താഉൻ, ആദമിന്റെ എല്ലാ മക്കളുടെ പക്കലും ന്യൂനതകളും തെറ്റുണ്ടാവും. നമ്മളെയൊക്കെ തെറ്റില്ല സോങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല. ഞാനുങ്ങളും തെറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ടാകാം, അറിവില്ലാത്തത് കൊണ്ടാകാം, ഭക്തിക്കുറവ് കൊണ്ടാകാം, ചീത്ത കൂട്ടുകെട്ട് കൊണ്ടാകാം, നമ്മുടെ ന്യൂനതകളും നമ്മുടെ വൈകല്യങ്ങളും കൊണ്ടാകാം, ആ സമയത്ത് പ്രലോഭനങ്ങൾ കൊണ്ടാകാം. അള്ളാഹു അതെല്ലാം നമ്മൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്, തെറ്റ് ചെയ്യാന്നുള്ള അല്ല, തെറ്റു പറ്റും മനുഷ്യർക്ക്. ആ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താ? രണ്ടാഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുക. നമ്മൾ ഈ പള്ളികളിലേക്ക് ഓരോരുത്തർക്കും നമ്മുടെ തെറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാഗ്രഹം ഉണ്ടാകുക. ആ രണ്ടാഗ്രഹം എന്താ? ഒന്ന്, അള്ളാഹു പുറത്തു തരുമാറാകട്ടെ എന്നാണ്. നമ്മൾ അതുകൊണ്ട് അല്ലാണ്ട് പ്രാർത്ഥിക്കുന്നു, പടച്ചോനെ പാപങ്ങൾ നീ പുറത്തു തരണമേ, അള്ളാഹ് പടച്ചോനെ നീ എന്റെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരണമേ നാഥ, നരകത്തിലേക്ക് എത്തിക്കലേ നാഥ. ഇതാണ് ഒന്നാമത്തെ ആഗ്രഹം. കഴിഞ്ഞോ? ഇല്ല. രണ്ടാമത്തെ ഒരു ആഗ്രഹം കൂടി ഉണ്ട്. എന്താ നമ്മുടെ ആഗ്രഹം? ആ തെറ്റുകൾ പടച്ചോനെ ബാക്കിയുള്ളോൽ അറിയല്ലേ. പടച്ചോനെ ഞാൻ ആ തെറ്റിന്ന് മോചിതനായി തൗബ ചെയ്ത് മടങ്ങി, ഇനി ആ തെറ്റ് പടച്ചോനെ പബ്ലിക്കാക്കല്ലേ. പടച്ചോനെ ചില തെറ്റ് ഞാൻ തൗബ ചെയ്തുകൊണ്ടിരിക്കാൻ, ഞാൻ അങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കാൻ പടച്ചോനെ, അത് ആൾക്കാരോ പബ്ലിക്കോ അറിയല്ല. പടച്ചോനെ ചില തെറ്റ് ഞാൻ നിർത്തിയിക്കണ്, പിന്നെയും വരികയാണ് പടച്ചോനെ, ഞാൻ വീണ്ടും നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ നാഥ, അതാരും അറിയല്ല നാഥ. പടച്ചോനെ അത് ഇന്റെ മാത്രല്ല, ഇന്റെ കുടുംബത്തിന്റെ ഉണ്ട്, ഇന്റെ മക്കളുണ്ട്, ഇന്റെ കൂട്ടത്തിലുള്ള എന്റെ ഭാര്യന്റെ ഭർത്താവിന്റെ ഒക്കെ തെറ്റുകുറ്റങ്ങളുണ്ട്. പടച്ചോനെ അതാരും അറിയല്ലേ. അള്ള പൊറുക്ക മാത്രല്ല, ആളുകളോ പബ്ലിക്കോ അറിയല്ലേ എന്ന് നമ്മൾ അദമ്യമായി ആഗ്രഹിക്കണില്ലേ സഹോദരങ്ങളെ? ആ ആഗ്രഹം നമ്മളെ മാത്രം ആഗ്രഹം അല്ലല്ലോ, ഈ നാട്ടിലത്തെ ഓരോ മനുഷ്യരും ആഗ്രഹിക്കണില്ലേ? ആ മനുഷ്യരെ, അവരുടെ ആഗ്രഹത്തെ, അവരുടെ ഇഷ്ടത്തെ, നമ്മളെപ്പോലെ ഇത് ആളുകൾ അറിയരുത് എന്ന അവരുടെ മനസ്സിന്റെ ഇഷ്ടത്തെ നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ മെസ്സേജ് കൊണ്ട്, നമ്മുടെ കുതന്ത്രങ്ങൾ കൊണ്ട്, നമ്മൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ടുള്ള സംസാരം കൊണ്ട് തകർത്ത് കളയാണെങ്കിൽ അത് പടച്ചോൻ പറഞ്ഞ വാക്കെന്താ അറിയോ? ഒരു മനുഷ്യന്റെ അഭിമാനത്തെ നിങ്ങൾ പിച്ച് ചീന്താണ്. അത് മക്കയെ പിച്ച് ചീന്തുന്നതിന് സമാനമാണ്, ഹറമിനെ പിച്ച് ചീന്തുന്നതിന് സമാനമാണ്, ദുൽഹിജ്ജ മാസത്തെ പിച്ച് ചീന്തുന്നതിന് സമാനമാണ്. സാധാരണ തെറ്റെല്ലാം അതാണ് വലാ തജസ്സസൂ എന്നുള്ളതിന്റെ ഖുർആന്റെ ആയത്തിന്റെ അർത്ഥം. നമ്മളുടെ ചുറ്റുഭാഗത്തുമുള്ള ആളുകളുടെ ന്യൂനതകളെ അന്വേഷിക്കാനും അത് കണ്ടെത്തി പബ്ലിക്കാക്കാനും നമ്മുടെ മനസ്സ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ സഹോദരൻ, ഈമാനിൽ നിന്ന് അകന്ന് എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, പള്ളിയുണ്ട്, ദിക്റുണ്ട്, ദുആണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ ഈമാനിലേക്ക് നമ്മൾ എത്തുന്നില്ല. തിരിച്ചു വരണം. സഹാബാക്കൾ ആ വിഷയത്തിൽ കാണിച്ചത് സൂക്ഷ്മത തർജ്ജമകളെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് വേഷപ്രച്ഛന്നനായി ഇങ്ങനെ പോകുകയാണ്. ആ സമയത്ത് ഒരു വീട്ടിൽ നിന്ന് വാദ്യകോലാഹലങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പാട്ടുകൾ ഒച്ചത്തിൽ കേൾക്കുന്നുണ്ട്, സംഗീതം കേൾക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു സ്വാഭാവികമായ ഭരണാധികാരിയാണ്. ആ വീട്ടിൽ കയറി വെക്കണം കേട്ടോ, അബ്ദുറഹ്മാനെ എന്താ അവിടെ നടക്കണം നോക്കണട്ടോ. സ്വാഭാവികല്ലേ സോങ്ങളെ, സ്വാഭാവികല്ലേ? അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒറ്റ നിർത്തം അങ്ങോട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ അത് നോക്കാൻ അള്ള നമ്മോട് പറഞ്ഞിട്ടില്ലല്ലോ, അത് അള്ള നോക്കണ കാര്യല്ലേ. ആ വീട്ടിന്റെ ഉള്ളിൽ വേദനയുടെ കരച്ചിലാണെങ്കിൽ നമ്മൾ പോയി നോക്കണം. ആ വീട്ടിൽ നിന്ന് പട്ടിണിയുടെ കരച്ചിലാണെങ്കിൽ നമ്മൾ പോയി നോക്കണം. ആ വീട്ടിൽ നിന്ന് സങ്കടത്തിന്റെ കരച്ചിലാണെങ്കിൽ നമ്മൾ പോയി നോക്കണം. ആ വീട്ടിൽ എന്തു നടക്കുന്നു എന്ന് നോക്കാൻ നമ്മളെ വീട്ടിലത്തെ കാര്യം നമ്മൾ നോക്കണം. നമ്മളെ കുട്ടികൾ എന്താ ചെയ്യണത്, ഭാര്യ എന്താ ചെയ്യണത്, ഭർത്താവ് എന്താ ചെയ്യണത്, അത് നമ്മൾക്ക് നോക്കാം. ബാക്കിയുള്ളവന്റെ വീട്ടിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കി അവിടുത്തെ കാര്യങ്ങൾ എത്തി നോക്കാൻ നമ്മളോട് അള്ള പറഞ്ഞിട്ടില്ലല്ലോ. അമീറുൽ മുഅ്മിനീൻ വലാ തജസ്സസു എന്ന് അള്ള പറഞ്ഞിട്ടില്ലേ? അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് അല്ലാഹു അവിടെ നിന്നുണ്ട് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു കൈയെടുത്തിട്ട്, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ, അബ്ദുറഹ്മാനെ പോലൊരു കൂട്ടുകാരനെ കിട്ടിയതിൽ നാഥ അൽഹംദുലില്ലാ. ഇതാണ് സഹോദരങ്ങളെ നബിയിൽ നിന്ന് പഠിച്ച സഹാബാക്കളുടെ ദീൻ. ബാക്കിയുള്ളവന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ കാണുക, അവന്റെ ജീവിതത്തിലെ ന്യൂനതകൾ നോക്കാൻ അള്ള മലക്കാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവന്റെ ജീവിതത്തിലെ തെറ്റുകൾ നോക്കാൻ അള്ളുണ്ട്, മാലിക് യൗമിദ്ദീനായ പടച്ചോണ്ട്. അള്ളാഹു നാളെ വിചാരണ കൊണ്ടുവരും. പക്ഷെ നമ്മളോടത് നോക്കാൻ അള്ള പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ സംഭവിക്കണം എന്താ അറിയോ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ്, ചുറ്റുപാടുള്ള കരീനോലെ കാണില്ല, പട്ടിണിക്കാരെ കാണില്ല, ജീവിതത്തിൽ ജോലി പോയോലെ കാണില്ല,
ബാപ്പ മരിച്ചുപോയി യത്തീമായിട്ട് അവർ ഡ്രസ്സ് മാത്രം കണ്ടിട്ട് വിലയിരുത്താൻ ആ വീട്ടിലെ ജീവിതത്തിൽ സംഭവിച്ച ന്യൂനതകൾ മുഴുവൻ നമ്മൾ കാണുന്നു, വിലയിരുത്തുന്നു, ആളുകളോട് പറയുന്നു. ഇതിന്നൊരു മാറ്റം ഉണ്ടാകും. ഇത് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ വാക്കാണ്. പ്രവാചകന്റെ വാക്കെന്തറിയോ? ലാ തുത്ബിഉ അഹദുക്കും ഔറത അഖി, മറ്റൊരാളുടെ ഔറത്ത് നിങ്ങൾ നോക്കേണ്ടതില്ല. ഔറത്ത് എന്നത് ന്യൂനത, ബാക്കിയുള്ളവന്റെ ന്യൂനത നോക്കാൻ അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു മൗലവിനെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ഖത്തീബിനെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു പ്രസിഡന്റിനെ ഏൽപ്പിച്ചിട്ടില്ല, സെക്രട്ടറി ഏൽപ്പിച്ചിട്ടില്ല, ഒരു നാട്ടിലത്തെ ഒരു മനുഷ്യനെ ഏൽപ്പിച്ചിട്ടില്ല. അവരാന്റെ കുടുംബത്തെ നോക്കണം കേട്ടോ. അതല്ല പറഞ്ഞ ബാക്കിയുള്ളവന്റെ ജീവിതത്തിലെ ന്യൂനത. ഓ നിസ്കരിച്ചിക്കണോ, ഓ നോമ്പോറ്റിക്കണോ, ഓ ഹജ്ജെടുക്കണോ, ഉപദേശിക്കാൻ നല്ലത് പറയാ. എടാ ഇത് നിസ്കരിക്കാത്തോണ്ടല്ലേ, ഈ നോമ്പോക്കാത്തോണ്ടല്ലേ, എടാ അന്നവിടെ കാണുന്നുണ്ടല്ലോ, ഇതങ്ങനെ ഒരു സംഗതിയല്ലേ എന്ന് നോക്കാൻ അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ ഒരു നാടിന് പ്രശ്നമുണ്ടാകുന്ന, ഒരു സമൂഹത്തിന് ഫിത്നയുണ്ടാകുന്ന ലഹരി പോലെ, അവിഹിതങ്ങൾ പോലെ പബ്ലിക്കായി നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഇടപെടാം. അതിനെക്കുറിച്ചല്ല അള്ളാഹ് പറഞ്ഞത്. വ്യക്തിപരമായി ഓരോ മനുഷ്യന്റെയും ഓരോ കുടുംബത്തിന്റെയും ഇടയിൽ ചെന്ന് അവന്റെ ന്യൂനതകൾ നോക്കുക എന്നുള്ളത് മുസ്ലിമിന് നിഷിദ്ധമാണ്. മുസ്ലിമിന് നിഷിദ്ധ. ഖുർആന്റെ ആയത്തോണ്ട് വലാ യബ്ഹസ് അൻ സറാഇരിഹി, മറ്റുള്ളവന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കരുത്. റസൂലുള്ളാഹിന്റെ ഹദീസാണ്, നിങ്ങൾ അന്വേഷിക്കരുത്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ ഇത് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഒരു പ്രാധാന്യം എങ്ങനെ പറഞ്ഞിരുന്നറിയോ? നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന വാക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകന്റെ വാക്ക് വമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും കുറിച്ചൊരു മോശപ്പെട്ട വർത്താനം കിട്ടി, അയാൾ ഇങ്ങനെ ചെയ്തിക്കണ്, നമ്മക്കത് പറയാതെന്നാൽ, നമ്മൾ വഴി ഒരാളോട് പറയാതെന്നാൽ, നമ്മുടെ ടൈപ്പിംഗ് വഴി ഒരാൾ അറിയാതെന്നാൽ, നമ്മുടെ ലൈവ് വഴി ഒരാൾ കേൾക്കാതെന്നാൽ, പ്രവാചകന്റെ വാക്കെന്തറിയോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ന്യൂനതകളെയും പോരായ്മകളെയും അള്ളി മറച്ചു വെക്കും. നമ്മളെയൊക്കെ സംഭവിച്ച കുറെ തെറ്റില്ലേ, അത് അള്ളി ഇതുപോലെ മറച്ചു വെക്കും. അടുത്ത വാക്കെന്തറിയോ? ലാ യസ്തുർ അബ്ദുൻ അബ്ദൻ ഫിദ്ദുനിയ ഇല്ലാ സത്തറഹു അല്ലാഹു യൗമൽ ഖിയാമ. ഇത് നമുക്ക് ആശ്വാസമേകുന്ന, ചിന്തിച്ചാൽ നമ്മൾ തയ്യാറാകണം എന്ന് പ്രവാചകൻ നടത്തുന്ന ഹദീസാണ്. ആരെങ്കിലും തന്റെ കൂട്ടുകാരനെ, കുടുംബക്കാരനെ, അയലോക്കക്കാരന്റെ ഒരു ന്യൂനത കേട്ടു അറിഞ്ഞു സത്യാന്ന് ബോധ്യപ്പെട്ടു, നമ്മൾ വഴി ഇന്റെ നാവുകൊണ്ട് ഒരാൾ അറിയണ്ട, എന്റെ സംസാരത്തിലൂടെ അറിയണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, ഇത് അറിഞ്ഞടി, എന്നോട് മാത്രമായിട്ട് ഞാൻ പറയണത്, ഇത് കേട്ടോ, എനിക്കിതുവരെ അറിഞ്ഞിട്ടില്ലേ, ഇതുവരെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ നാവുകൊണ്ട് അത് അറിയണ്ട എന്ന് തീരുമാനിച്ചാൽ, ഇല്ലാ സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ, പരലോകത്തുനിന്ന് പടച്ചോൻ നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കും. അതൊരു വല്ലാത്ത വാക്കാണ്. പരലോകത്തുനിന്ന് മറച്ചെക്കുന്ന എന്നാണ് അർത്ഥം. ദിവസങ്ങളെ, ഞാൻ നിങ്ങളും നരകത്ത് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മൾ പബ്ലിക്കായി ചെയ്ത തെറ്റോണ്ടാവൂല. നോയിക്കൊണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ തെറ്റും നമ്മുടെ രഹസ്യ ജീവിതമായിരിക്കും. നമ്മുടെ രഹസ്യ ജീവിതമായിരിക്കും. അബദ്ധം പറ്റിയതാകാം, നമ്മൾ നിർത്താൻ ശ്രമിക്കുന്നുണ്ടാകാം, നമ്മൾ പടച്ചോണ്ട് ഒക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മളെ വേട്ടയാടുന്നത് ആരാരും അറിയരുതേ എന്ന് വിചാരിച്ച നമ്മുടെ എത്ര സംഭവിച്ച തെറ്റായിരിക്കും. അള്ളാന്റെ വാക്കെന്താണ് ഞങ്ങളെ? നമ്മൾ ദുനിയാവുന്ന മറ്റൊരാളുടെ രഹസ്യം അറിഞ്ഞിട്ട് നമ്മൾ വഴി അതാരും അറിയണ്ടാൻ തീരുമാനിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ 10 വർഷം, 15 വർഷം, 20 വർഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച, രഹസ്യമായി സംഭവിച്ച പോരായ്മകൾ പരലോകത്തുനിന്ന് പടച്ചോൻ കിതാബ് കാണിക്കൂല. അത് മതി നമുക്ക് സ്വർഗം കിട്ടാൻ. പക്ഷെ അതിനെന്ത് വേണമോ? ഈ ഈമാനിലേക്ക് നമ്മൾ എത്തണം, ഈ തഖ്വയിലേക്ക് നമ്മൾക്ക് എത്തണം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ ചേർത്തുകൊണ്ട് പറഞ്ഞു, മൻ റദ്ദ അൻ ഉർളി അഖി റദ്ദല്ലാഹു അൻ വജ്ഹി അന്നാർ യൗമൽ ഖിയാമ. ഒരാള് നമ്മൾ വഴി മറ്റൊരാളുടെ രഹസ്യം പബ്ലിക്കാകൂല, ഇവിടെ ഇരിക്കണ ഞാനും നിങ്ങൾ ഓരോരുത്തർ തീരുമാനിച്ചാൽ, അയാളുടെ മുഖത്തെ അള്ളാഹു നരകത്തിൽ നിന്നാണ് അകറ്റിവെക്കും. അവൻ നരകത്ത് പോകാൻ പാടില്ലാത്ത വിശ്വാസിയാണ്. തൗഹീദുണ്ട്, ആരാധനുണ്ട്, നിർത്തിയില്ല. അവൻ മറ്റുള്ളവന്റെ അഭിമാനത്തിന് ക്ഷതം പറ്റുകയില്ല എന്ന് തീരുമാനിച്ചവനാണ്. അവന് നരകത്ത് പ്രവേശിപ്പിക്കരുത് എന്ന് അള്ളാഹു തീരുമാനിക്കുന്നു. അതിൽ നമ്മൾ പെടണം. ഇതിന്റെ അർത്ഥം എന്താ നിങ്ങളെ? ഈ ഹദീസൊക്കെ പറഞ്ഞ എന്തിനറിയോ? എല്ലാവർക്കും എല്ലാ വാർത്തയും കിട്ടും. നമ്മുടെ ധാരണ എന്താ അറിയോ? നമ്മള് സംഘടനയിൽ, രാഷ്ട്രീയത്തിൽ, അങ്ങാടിയിൽ, വീട്ടില്, കുടുംബത്തില് കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് മാത്രമാണ് ഓൻ പോയതും, ഇവരെ കല്യാണം കഴിഞ്ഞതും,
ഓ അങ്ങനെ ചെയ്തു, ഇപ്പൊ അങ്ങനെ ചെയ്തു, ഒക്കെ നമ്മക്ക് മാത്രം അല്ല സോങ്ങളെ, എല്ലാവർക്കും അറിയും. ഓരോരുത്തർക്ക് വ്യത്യസ്തമായ ഫീൽഡ് എന്ന് അറിയാന്നുള്ളൂ. അതറിഞ്ഞാൽ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്നെന്താ അറിയോ, അതന്നെ കിട്ടുന്നതോടുകൂടി അവനാ വലിയ ആളാകാൻ വേണ്ടി എല്ലാരോടും പറഞ്ഞു നടക്കുക, അവനാന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക, ബാക്കിയുള്ളവരുടെ അങ്ങാടിയിൽ നിന്നാണ്ട് വലിയർത്താനം പറഞ്ഞിട്ട് നാട്ടിലെ മുഴുവൻ ആൾക്കാരും അറിയിച്ചിട്ട് അയാളെ അപമാനിക്കുക. അതാണ് ഒരു വിഭാഗം ആൾക്കാർ. രണ്ടാമത്തെ വിഭാഗം ആൾക്കാരെന്താ അറിയോ, പടച്ചോൻ ഇന്ത്യക്കൽ ഇതേമാതിരി ന്യൂനത ഉണ്ടല്ലോ, ഇന്റെ മക്കളേക്കലും ഉണ്ടല്ലോ, ഞങ്ങൾ എത്രയോ മദ്യം എന്റെ കുട്ടിന്റെ, എന്റെ അളാപ്പാന്റെ കുട്ടിന്റെ, എന്റെ മൂത്താപ്പാന്റെ കുട്ടിനോ നട്ടപ്പാതിലേക്ക് 12 മണിക്ക് മൗലവിനെ കൊണ്ട് മദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നാട്ടുകാരറിയാത്തുണ്ടല്ലോ. എന്റെ കുട്ടിനെ ഹോസ്റ്റലിൽ പോയിട്ട് ഞാൻ അധ്യാപകരുടെ മുന്നിൽ പോയിട്ട് തല കുമ്പിട്ടിട്ട് ചെയ്യൂല സാറേ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നുണ്ടല്ലോ. ഇതൊന്നും നാട്ടിൽ അറിഞ്ഞിട്ടില്ലല്ലോ. പടച്ചോനെ, ഇതേപോലെ ഇന്റെ രഹസ്യവും നാളെ പരലോകത്ത് അള്ളാഹു പബ്ലിക്കാക്കിയാൽ, ദുനിയാവെന്ന് പബ്ലിക്കാക്കിയാൽ പടച്ചോനെ പാടില്ലല്ലോ. രണ്ട്, എനിക്കറിയണ ഈ രഹസ്യം ഞാൻ മൂടിവെച്ചാൽ അള്ളാഹു ഈ ദുനിയാവിലും പരലോകത്തും എന്നിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും സംഭവിച്ച പോരായ്മ അള്ള പുറത്തു തരും. പടച്ചോനത് മൂടിവെക്കുന്ന് പറഞ്ഞാൽ ഞാൻ അയിമ നിൽക്കാൻ തീരുമാനിക്കണം. വിശ്വാസികൾ ഇതിലേതാ നമ്മളുണ്ടാകുക, അത് നമ്മൾ തീരുമാനിക്കേണ്ടി. സോ ഞാൻ എങ്ങനെ പറയണറിയോ, നാട്ടിലെ മഹാഭൂരിപക്ഷം ഞാനടക്കമുള്ള ആൾക്കാരുടെ ധാരണ, നിസ്കാരം നോമ്പും ഈ സംഗതികൾ കൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്ത് പോകും. സ്വർഗത്ത് പോണ നിരാശപ്പെടുത്തല്ല, പക്ഷെ അത് സ്വീകരിക്കപ്പെടാൻ, ആരാധനകൾ സ്വീകരിക്കപ്പെടാൻ അള്ളാഹു പഠിപ്പിച്ച സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനം നമ്മൾ കാരണം ബാക്കിയുള്ളോ നമ്മൾ അറിഞ്ഞതാണ്, നമ്മൾ അറിഞ്ഞത് തന്നെയാണ്, ശരി തന്നെയാണ്, ചിലപ്പോൾ സത്യം തന്നെ കാരണം, പക്ഷെ അത് നമ്മൾ വഴി മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരരുത്, മറ്റൊരാളുടെ കുടുംബം തകരുത്. എത്ര കുടുംബസങ്ങളെ, എത്ര മനുഷ്യന്മാരെ രസങ്ങളെ ഇതിനിഷ്ടാണ് ചിലർക്ക്. നമ്മളിൽ പെടാതെക്കാനാ പറഞ്ഞോ, ഇത് ഇഷ്ടാണ് ചിലർക്ക്. എന്തറിയോ, ഈ അവിഹിതങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പോവുക, ആരെങ്കിലും ഭർത്താവും ഭാര്യ അവിടെ ഇങ്ങനെ ഒരു കുടുംബത്തിലൊക്കെ ഉണ്ടാവുക, ചിലപ്പം ഓരോന്നും അച്ചിമുണ്ടാക്കും. അപ്പൊ അതിന് അവന്റെ ഫോൺ റെഡിയാക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് പിറ്റീസം ഞങ്ങളുടെ നാട്ടിലെ 2 കുടുംബങ്ങൾ തമ്മിൽ കച്ചറ കൂടുന്നു, ഓമ്പിടുക. സോ ഏതെങ്കിലും ഒരു സഹോദരനോ ഒരു സഹോദരനോ സംസാരിക്കായിരിക്കും, സംശയമാകാം, സംശയങ്ങൾ ചോദിക്കാതിരിക്കാം, അല്ലെങ്കിൽ റൂട്ട് എന്തായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് ബാക്കിന്ന് ഫോട്ടോ എടുക്കുക, അത് വീഡിയോ എടുക്കുക, അത് ഫാമിലി ഗ്രൂപ്പിൽ ഇടുക, എന്നിട്ട് ഇങ്ങനെ അടിയിൽ അവന്റേതായ സാങ്കല്പിക ക്യാപ്ഷൻ ഇടുക, എന്നിട്ട് നാട് മുഴുവൻ നന്നാക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ തീരുമാനിക്കുക. സോ എവിടെയാണ് പടച്ചോ നമ്മൾ ഏൽപ്പിച്ചോ? ഈ നാട്ടിലത്തെ മുഴുവൻ മനുഷ്യന്മാരെയും രഹസ്യവും പരസ്യം എടുത്താണ്ട് അങ്ങാടിയിൽ പബ്ലിക്കാക്കാൻ അല്ല നമ്മൾ ഏൽപ്പിച്ചോ? എത്ര കുടുംബം, ചിലർ നാട് വിട്ടുപോയി. എന്താ അറിയോ, 15 കൊല്ലം മുന്നേ സംസാരിച്ചത് റെക്കോർഡാക്കി വെച്ചിട്ട് ആവശ്യം വന്നപ്പം കുടുംബത്തിലിട്ടിട്ട്, അന്നെന്തോ പറഞ്ഞതാണ്, അത് കുടുംബത്തിലിട്ടിട്ട് കുടുംബത്തെ 2 കണ്ടാക്കി നാട് വിട്ടുപോയവർ, ജീവിതം മടുത്തവർ, ഈമാനില്ലാതെ ആത്മഹത്യ വരെ ചെയ്തവർ. നമ്മളുടെ ഇത്തരം പഴയ കാലഘട്ടത്തിൽ നമ്മളോട് രഹസ്യമായി പറഞ്ഞതുപോലും ആവശ്യമുള്ള സമയത്ത് പബ്ലിക്കാക്കുകയും നമ്മുടെ ഗ്രൂപ്പിൽ മാത്രം പറഞ്ഞ കാര്യങ്ങൾ ആരോടും പറയുകയില്ല എന്ന് സത്യം പറഞ്ഞിട്ട് നമ്മളോട് മാത്രം പറഞ്ഞത് പിന്നീട് ആവശ്യമെന്ന് പുറത്തിട്ടവർ. നമ്മളെ പടച്ചോന്റെയൊക്കെ ചില്ലറ കുറ്റൊന്നാവൂല, ചില്ലറ കുറ്റാകൂല. ഖുർആന്റെ ആയത്തെന്തറിയോ, ഇന്നല്ലദീന യുഹിബ്ബൂന, ചില മനുഷ്യന്മാരുണ്ട്, യുഹിബ്ബൂന, അവർക്ക് ഹുബ്ബുണ്ട്. എന്തിന്? അൻതശി അൽ ഫാഹിഷ, വൃത്തികേടിന്റെ ബാക്കിൽ ഇങ്ങനെ പോകാൻ. അവിഹിതം ഇഷ്ടാണ്, കട്ട് കേൾക്കാൻ ഇഷ്ടാണ്. ഒരാളെ ഫോൺ ഇങ്ങനെ തന്നു, ഫോൺ വിളിക്കാൻ വേണ്ടി തന്നതാണ്, അത് കണ്ടിട്ടുണ്ടാവും, അടുക്കും. ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് അടുത്ത വരാൻ എന്തൊക്കെ അറിയോ, ഓന്റെ വാട്സപ്പ് എടുത്ത് ഇങ്ങനെ നോക്കുക, ഓൻ ആർക്കൊക്കെ മെസ്സേജ് അയച്ചിക്കണ്, അത് നമ്മൾ നോക്കാൻ തന്നിക്കണോന് ഇല്ല. ഓന്റെ ഗൂഗിൾ എടുക്കുക, എന്നിട്ട് അതിൽ ഹിസ്റ്ററി ഇങ്ങനെ നോക്കുക, ഓൻ വല്ലതും കണ്ടിക്കണോ, ഓന്റെ ടെലഗ്രാം ഗ്രൂപ്പ് പോയി നോക്കുക, ഓൻ ഏതെങ്കിലും വീഡിയോ ഡൗൺലോഡ് ചെയ്തിരിക്കണോ. സോ ഇത് നോക്കാൻ പടച്ചോൻ പറഞ്ഞതാണ്, പാടില്ല. ഒരാളുടെ സ്വകാര്യതയാണത്. അയാൾക്ക് തെറ്റുണ്ടോ, അയാളും പടച്ചോൻ നമ്മൾ തീരുമാനിച്ചോട്ടെ. ഒരാളെ ഫോൺ എടുത്താണ്ട് അത് കട്ടയക്കാണ്ട് അയാളുടെ ജീവിതത്തിൽ അയാൾ എന്തൊക്കെ കണ്ടു, ഏതൊക്കെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിരിക്കണ്, ആർക്കൊക്കെ മെസ്സേജ് അയച്ചിരിക്കണ് എന്ന് നോക്കാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. എന്നാൽ വീണ്ടും പറയണം, കുടുംബത്തിലാണോ പരിശോധിക്കണതാണ് ചെയ്യുക. എന്നാൽ ബാക്കിയുള്ളവന്റെ കാര്യം നമ്മൾ നോക്കാൻ പാടില്ല സഹോദരങ്ങളെ. ദീനിന്റെ തെളിവാണ്, ദീൻ അള്ള പറഞ്ഞതാണ്, നോക്കാൻ അള്ള നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഓരോ മനുഷ്യന്മാരും ഇതേപോലെ എവിടെയെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും അവിടെ ഫോണും കൊണ്ടുപോവുക, എന്നിട്ട് അവിടുന്ന് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് വൈറലാകുക. ആ വൈറൽ കൊണ്ട് ജീവിക്കാം. മാധ്യമ പ്രവർത്തകരായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നല്ല ജോലിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദീനിന്റെ കാര്യം പറയാൻ, അല്ലദീന യുഹിബ്ബൂന അൻ തശീഅ അൽ ഫാഹിഷ, മ്ലേച്ഛകരമായ കാര്യത്തിന്റെ ബാക്ക് പോയിട്ട് അത് വരുമാനം ഉണ്ടാക്കി അത് വൈറലാക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൽ നിങ്ങൾ പെടരുത്.
ബാക്കിയുള്ളവന്റെ അടുക്കള രഹസ്യം നമുക്ക് ഹലാലല്ല. അത് മീഡിയക്കാർ എന്ത് പറഞ്ഞാലും ബാക്കിയുള്ളവന്റെ ബെഡ്റൂമിലെ രഹസ്യം നമ്മൾക്ക് ഹലാലല്ല. ബാക്കിയുള്ളവന് ടൂർ പോയിട്ട് അവിടുന്ന് ഡ്രസ്സ് മാറ്റുന്ന വരെ ഫോട്ടോ എടുത്താണ്ട് അത് പബ്ലിക്കാക്കുക നമുക്ക് ഹലാലല്ല. ആ പൈസ കൊണ്ട് അവനാന്റെ മക്കൾക്കും ബാപ്പാക്കും ഉമ്മാക്കും തിന്നാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്ന് ആലോചിച്ച് നോക്കണേ, ആ പൈസ ഹലാലാണോ ഹറാമാണോ? ബാക്കിയുള്ളവന്റെ മുഴുവൻ രഹസ്യവും പുറത്ത് കിടങ്ങും. ഇങ്ങനെ അവനവൻ അർമാദിക്കുക ചെയ്യാൻ പാടില്ല. സോങ്ങളെ, അള്ളാന്റെ വാക്കെന്നറിയോ? അവനക്ക് അള്ളാഹു അല്ലദീന ലഹും അദാബുൻ അലീം, അവർക്ക് അല്ലാഹു വേദനാജനകമായ ശിക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, എന്താ അറിയോ? അതൊക്കെ ഇപ്പൊ ചെയ്തിട്ടല്ലേ? ചില ആൾക്കാരൊക്കെ ഉണ്ട് ഭയങ്കര ഇതിലൊക്കെ, ഈ ടെക്നോളജി അറിയുന്ന ആൾക്കാർ ഇതിലൊക്കെ ഭയങ്കര ഹലാലൊക്കെ കണ്ടെത്തും. എന്താ അറിയോ? സ്വന്തം ഫേക്ക് ഐഡി ഒക്കെ ഉണ്ടാക്കും. ആണുങ്ങളെ പെണ്ണുങ്ങളെ ഫേക്ക് ചിത്രമൊക്കെ വെച്ചിട്ട് ഫേക്ക്, ഇങ്ങോട്ട് ഏതെങ്കിലും മനുഷ്യന്മാരുടെ പെണ്ണായിട്ട് ചാറ്റ് ചെയ്യുക, എന്നിട്ട് അതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ബാക്കിയുള്ളവന്റെ മുന്നിലിട്ടാണ് നിങ്ങൾ ചിരിക്കുക, എന്നിട്ട് പറയാ എന്നോട് അക്കപ്പാലിക്ക് ചാറ്റ് ചെയ്യണ ഞാനാണ്, എന്റെ രഹസ്യമൊക്കെ എനിക്ക് മനസ്സിലാക്കണ്. ഇത് എവിടുന്നാണ് നമ്മൾ പഠിച്ചത്? ഈ വൃത്തികേട് ഏത് യൂണിവേഴ്സിറ്റിന്ന് പഠിച്ച നമ്മള്? പള്ളി മദ്രസും ദീനും നിസ്കാരം നിർത്തിയിട്ട് ഈ ഏർപ്പാടിന് പോകാം. ബാക്കിയുള്ളവന്റെ ജീവിതത്തിൽ ഓൻ ആരോടൊക്കെ ചാറ്റ് ചെയ്യണം നോക്കാൻ. സോങ്ങളെ, അള്ളാഹ് ഇവിടെ പടച്ചോ നിശ്ചയിച്ചതുണ്ട്. ഇവിടെ നമ്മളന്ന് ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ വീട്ടിലത്തെ ഓരോ തെറ്റും നോക്കാൻ ഇവിടെ നാട്ടാർ അള്ളാഹ് ഏൽപ്പിക്കണം. നമുക്കത് ഇഷ്ടമല്ലല്ലോ, ഇഷ്ടമല്ല. ബാക്കിയുള്ളവന്റെ മുന്നിൽ ഫേക്ക് ഐഡി ഉണ്ടാക്കുക, എന്നിട്ട് ചാറ്റ് ചെയ്യുക, എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ അതിന്റെ പേരിൽ കളിയാക്കുക, ബാക്കിയുള്ളവന്റെ ഫോൺ എടുക്കുക, അത് പരതുക, എന്നിട്ട് അവന്റെ ഫോണിലോ അവന്റെ ലാപ്പിലോ ഏതെങ്കിലും ആപ്ലിക്കേഷൻ കയറ്റുക, എന്നിട്ട് അവിടുത്തെ മുഴുവൻ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുക, എന്നിട്ട് അവൻ കാണുന്നതും കേൾക്കുന്നത് മുഴുവൻ പിറ്റേ ദിവസം പറഞ്ഞിട്ട് അതിന് ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇതൊന്നും ദീനായിട്ട് ബന്ധമേ ഇല്ല. ദീനായിട്ട് ബന്ധമേ ഇല്ല. എന്തിനേറെ സോങ്ങളെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ട്രഷററാണ്, അന്നത്തെ ഭരണാധികാരിയുടെ ഖജാൻജിയാണ്, ട്രഷറാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു സഹാബി മറ്റൊരു വ്യക്തിനെ കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇങ്ങനെ കൊണ്ടുവരല്ലോ, ഇങ്ങനെ പിടിച്ചു വന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം കുടിക്കണതാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു. കുടിക്കണത് ഹദീസിലെ വാക്കെന്തറിയോ? യഖ്തുറു ലഹിയതഹു ഖംറ, താടിയിലൂടെ ലഹരി ഇങ്ങനെ കുടിച്ചതിന്റെ അടയാളം ഇങ്ങനെ കാണാം. അപ്പോ കൊണ്ടുവന്നു, പബ്ലിക്കിലായി കൊണ്ടുവന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഭരണാധികാരിക്ക്, ഇസ്ലാമിക ഭരണാധികാരി കൈമാറിയ ശേഷം കൊണ്ടുവന്ന ആൾക്കാർ ഇങ്ങനെ പോകാൻ നേരത്തെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു പോകല്ലെന്ന് പറഞ്ഞു. പറഞ്ഞ വാക്കെന്താ അറിയോ? പിന്നെ പറഞ്ഞ വാക്ക് ഇതാണ് ദീന്, ഇതാണ് മുസ്ലിം, ക്വാളിറ്റി ഉള്ള മുസ്ലിം ഇങ്ങനെയാണ്. എന്താ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന് പറഞ്ഞറിയോ? അയാൾ കുടിക്കണത് ഈ മാത്രല്ലടാ കണ്ട്. അയാൾ എടുത്തിട്ട് സ്വകാര്യമായിട്ട് പോയിട്ട് നോക്കി, നബി പറഞ്ഞിട്ടില്ല കുടിക്കണ്ടെന്ന്, നിങ്ങൾ നിസ്കരിക്കണ ആളല്ലേ, ചെയ്യാൻ പാടില്ലല്ലോ, നോക്കി ചെയ്യരുതിട്ടോ, നിങ്ങളെ മക്കൾ ഇങ്ങനെ ആവട്ടോ, നിങ്ങളെ കുടുംബം ഇങ്ങനെ ആവട്ടോ, പരലോകത്ത് കുറ്റം കിട്ടിട്ടോ, ഇനി ആവർത്തിക്കരുതിട്ടോ. ഇഷ്ടത്തോടുകൂടി പറഞ്ഞിട്ട് ഇന്നോട് ഒന്ന് പറയാൻ നോക്കി, അദ്ദേഹത്തോടൊക്കെ ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നന്നാകും എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് നന്നാക്കിക്കൂടെ? ഇനിയോ അദ്ദേഹത്തെ നമുക്കൊന്ന് തിരുത്താമായിരുന്നില്ലേ? നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ചിപ്പോ പബ്ലിക്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണാധികാരികൾ ശിക്ഷിക്കേണ്ടി വരും. നിങ്ങൾ ചെയ്യേണ്ടത് മുസ്ലിമീങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകൾ കണ്ടാൽ പബ്ലിക്കാക്കലല്ല, അങ്ങാടിയിൽ പാട്ടാക്കലല്ല, ഫേസ്ബുക്കിൽ ടർമാദിക്കലല്ല. നിങ്ങളാകേണ്ടത് വ്യക്തിപരമായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ രഹസ്യമായിട്ട് പോയി കാണുക. നോക്കി, നിങ്ങളിങ്ങനെ കേൾക്കുന്നുണ്ട്, നിങ്ങളെ പറ്റി ആകെ ഞാൻ ആഗ്രഹിക്കണു, ഉണ്ടെങ്കിൽ നിർത്തണട്ടോ, ഇഷ്ടം കൊണ്ട് പറയാട്ടോ, ആളുകൾ അറിഞ്ഞാൽ നിങ്ങളെ കുടുംബം തകരുട്ടോ, ഭാര്യ ഇട്ട് പോകട്ടോ, മക്കൾ ഒഴിവാക്കട്ടോ, മഹലിന്ന് പുറത്താകേണ്ടി വരട്ടോ, പരലോകത്ത് കുറ്റം കിട്ടേണ്ടി വരട്ടോ. സഹോദരങ്ങളെ, ഇത് ഞാൻ വാക്കിൽ സാധാരണ ഒരു വാക്കായിട്ട് പറയല്ല, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹുവിന്റെ വാക്കാണ്. അൽ മുഅ്മിനു, ഒരു മുഅ്മിൻ, യൻഷുറു വയൻസഹു, അയാൾ അയാളുടെ ജീവിതത്തിൽ യസ്തുറു വയൻസഹു, അയാൾ എന്തെങ്കിലും പോരായ്മ കണ്ടാൽ ആ രഹസ്യാക്കി വെക്കും. എന്നിട്ട് പറ്റുമെങ്കിൽ ശാന്തമായിട്ട് പോയിട്ട് പറയും ചെയ്യരുതിട്ടോ. എന്നാൽ അടുത്ത വാക്കെന്താ? വൽ ഫാജിറു, താന്തോന്നി തമ്മാടിത്തത്തിൽ ജീവിക്കണവൻ, യഹ്തികു വയുഅയ്യിറു, അവൻ എന്തേ അറിയോ? ആ കിട്ടിയപാടെ അത് നാട്ടിൽ മുഴുവൻ, കുടുംബത്തിൽ ആരും അറിയതിട്ട്, ഞാൻ എന്നോട് മാത്രം പറയണത്, ആരോടും പറയതിട്ട്, ഈ സാധനം ഇങ്ങനെ പറയും. എന്നിട്ട് നാട്ടിലെ 90% അറിയും. ഇതിന്റെ തുടക്കം എവിടുന്ന് എനിക്ക് വരസങ്ങളെ, നമ്മൾ ഇന്നേക്കാരം അതുണ്ടാകരുത്. ദയവ് ചെയ്തിട്ട് പറയാൻ, ഞാനും നിങ്ങളും മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള സമുദായമാണ്.
ചെറിയ ചെറിയ കാര്യത്തിന് ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫായിസനല്ലേ, മ്ലേച്ഛകരം, വൃത്തികേട്, അശ്ലീലത, ഇതുപോലെയുള്ള കട്ടുകേക്കൽ, ഇങ്ങനത്തെ കാര്യത്തിൽ ഇഷ്ടപ്പെടാത്ത ഒരു ടീമായിട്ട് നമ്മൾ വളരണം. ബാക്കിയുള്ളവന്റെ പോരായ്മകൾ നോക്കാൻ അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ദീനിന്റെ ഒരൊറ്റ വാചകം പറയാൻ, ഈ വാക്ക് മനസ്സൊന്നു പോകരുത്. ഇതാണ് ദീൻ. എന്താണെന്നറിയോ? പരസ്യമാകാത്ത തെറ്റുകളെ അള്ളാഹുവിന് കൊടുക്കുക, ഇതാണ് ദീൻ. ഒന്നുകൂടി ഞാൻ ആ വാക്ക് പറയാൻ, പരസ്യമാകാത്ത തെറ്റുകളെ മുഴുവൻ ആര് ചെയ്താലും അത് അള്ളാഹുവിലേക്ക് വിടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 ഹദീസ് പെട്ടെന്ന് വായിക്കുക, അതുമായി ബന്ധപ്പെട്ട അതിന്റെ രത്നച്ചുരുക്കം. 1, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുൽ ഈമാന ഖൽബു, നാവ് കൊണ്ട് ഈമാൻ പ്രഖ്യാപിക്കുകയും ഹൃദയത്തിൽ അതില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ. സാധാരണ ഒരു വിളിയല്ലത്. നാവുകൊണ്ട് കലിമ ഉച്ചരിച്ചിട്ട് ഹൃദയത്തിൽ അതില്ലാത്തവരെ നമ്മളാകരുതല്ലോ. അങ്ങനെ ആ വിളിയിൽ പെടുന്നവരെ നമ്മളാകരുതല്ലോ. ബാങ്ക് കൊടുത്തിട്ട് പള്ളിയിൽ വരികയും നിസ്കരിക്കുകയും ഹൃദയത്തിൽ നിസ്കാരത്തിന്റെ അടയാളം ഇല്ലാതാവുകയും ചെയ്തവരെ. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഹജ്ജിനും ഉംറക്കും പോയിട്ട് തിരിച്ചു വന്ന് അതിന്റെ ഒരടയാളവും ഹൃദയത്തിൽ ഇല്ലാത്തവരെ ആ വിളിയിൽ നമ്മൾ പെടരുത്. എന്താ വാക്കുകളറിയോ? വിശ്വാസികളോട്, അങ്ങനെ ജീവിക്കുന്നവരോട് പറയാൻ, നിങ്ങൾ ഒരിക്കലും ലാ തത്ബിഉ ഔറാത്തിഹിം, നിങ്ങൾ മറ്റുള്ളവന്റെ ന്യൂനതയെ അന്വേഷിക്കരുത്. അന്വേഷിച്ചാൽ അത് പബ്ലിക്കായാൽ എന്താ ഉണ്ടാകുക രസങ്ങളെ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക്, യത്തബിഇല്ലാഹു ഔറതഹു വമൻ യത്തബിഇല്ലാഹു ഔറതഹു യഫ്ളഹു ഫീ ബൈതിഹി. ബാക്കിയുള്ളവന്റെ രഹസ്യം അന്വേഷിച്ച് പബ്ലിക്കാക്കി നടക്കുന്നവന്റെ ജീവിതത്തിലെ രഹസ്യവും അള്ളാഹു പബ്ലിക്കാക്കും. കഴിഞ്ഞില്ല, അവസാനത്തെ വാക്കെന്നറിയോ? ഹത്താ യഫ്ളഹു ഫീ ബൈതിഹി, വീട്ടിൽ വെച്ച് ഞാൻ മാനം കെടുത്തു. മനസ്സിൽ ശരിക്കും നമ്മൾ എഴുതിയേക്കണം, വീട്ടിൽ നിന്ന് ഞാൻ മാനം കെടുത്തു. എന്താ വീട്ടിൽ നിന്ന് മാനം കെടുത്തുന്നറിയോ? നമ്മളിങ്ങനെ നമ്മക്ക് ആരോഗ്യവും നമുക്ക് കഴിവുള്ള സമയത്ത് ബാക്കിയുള്ളവനെങ്ങനെ കളിയാക്കി ഇങ്ങനെ ജീവിക്കൂലേ? 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളെ കുട്ടിന്റെ കല്യാണം ഇങ്ങനെ തീരുമാനിക്കണ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത അപവാദം, കള്ളം, കട്ടത്, വ്യഭിചരിച്ചത്, ഭീഷണിപ്പെടുത്തിയത് മുഴുവൻ കാര്യം അള്ളങ്ങടെ പൊക്കനെടുക്കും. ഈ അങ്ങാടിയിൽ ഇന്ന് വരെ കാണാത്ത അപമാനത്തിലേക്ക് പടച്ചോ നമ്മളെ കൊണ്ടുപോകും. അള്ളാഹു വഹയിലൂടെ പറഞ്ഞെന്ന കാര്യമാണ്. നിങ്ങളൊരു മനുഷ്യനെ സോഷ്യൽ മീഡിയയിലാണ് മോശാക്കിയതെങ്കിൽ നിങ്ങളെ പെരന്റെ ഉള്ളുന്ന ആൾക്കാര് കയ്യാമം വെച്ച് കൂക്കിങ്ങളെ പറഞ്ഞേക്കും. നിങ്ങൾ മാത്രമാണ്, നമ്മൾ മാത്രമാണ് വളവന്മാരെന്ന് നമ്മൾ തീരുമാനിക്കരുത് കൂട്ടണം. നമ്മക്കൊരു അധികാരമുണ്ട്, നമ്മക്ക് പൈസ ഉണ്ട്, അല്ലെങ്കിൽ നമ്മക്കൊന്ന് 4 ആൾക്കാരുണ്ട്. അപ്പോഴേക്കും എല്ലാരും പറയാൻ തീരുമാനിക്കരുത്. അല്ല പറയാൻ, അത് നിങ്ങൾ നമ്മളെ വിഷയത്തിൽ മാത്രമാവില്ല, നമ്മളെ കുട്ടിനെ നമ്മളിങ്ങനെ നല്ലപോലെ ജീവിക്കുകയാണ്. ബാക്കിയുള്ളവന്റെ കുറ്റമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ നിസ്കാരം നോമ്പൊക്കെയാണ്. നമ്മളെ കുട്ടി മറ്റൊരാളുടെ കൂടെ ചാടിപ്പോയാ പോരെ. നമ്മളെ കുടുംബത്തെ മറ്റൊരു സ്ഥലത്ത് ബാക്കിയുള്ളവർ കണ്ടാ പോരെ. നമ്മുടെ കുട്ടിയെ ഏതെങ്കിലും ബീവറേജിൽ ഇറങ്ങണേ കണ്ടാ പോരെ. പാപ്പാരന്മാരെ പോരെ. നമ്മൾ ചെയ്യണ്ടല്ലോ. അള്ള പറഞ്ഞ വാക്കാൻ, വീട്ടിൽ നിന്ന് ഞാൻ അപമാനിച്ചിറക്കും. ഉണ്ടാകരുത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് പറയുന്നത്. വീട്ടിൽ നിന്ന്, അത് ചിലപ്പം ഒരു വിവാഹത്തിന്റെ സമയത്തായിരിക്കും, നമുക്കൊരു പൊസിഷൻ കിട്ടുന്ന സമയത്തായിരിക്കും, നമ്മളെ കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്തായിരിക്കും. ഒന്നും വേണ്ട, നമ്മളെല്ലാവരും ആദരിച്ച് പ്രായമായി ദുനിയാവെന്ന് മരിച്ചു പോണിന്റെ 1 കൊല്ലം മുന്നേക്കാരും ആൾക്കാർ അവസാനം എന്താ പറയോ? അടച്ചോനെ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് അവസാനം മരിക്കാൻ നേരത്ത് ഇങ്ങനെ അപമാനിതനായി മരിച്ച ഒരാൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മളെ പറ്റി പറയും. തലമുറകൾ പറയും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. എന്നെ പറ്റി നിങ്ങളെ പറ്റി അങ്ങനെ ഉണ്ടായത്. 2ാമത്തെ ഹദീസ് കൂടി വായിക്കാം. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? മൻ ഇസ്തമഅ ഇലാ ഹദീഥി ഖൗമിൻ വഹും ലഹു കാരിഹൂൻ. ബാക്കിയുള്ളവന് ഇഷ്ടല്ലാത്ത വാക്കുകൾ, ഓന്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ നമ്മൾ വഴി പുറത്തേക്ക് വന്നാൽ സുബ്ബ ഫീ ഉദ്നൈഹി അൽ അനഖു യൗമൽ ഖിയാമ, അവന്റെ ചെവിയിലേക്ക് അല്ലാഹു നാളെ പരലോകത്ത്, ചെവിയിലേക്ക് പടച്ചോൻ നാളെ പരലോകത്ത് ഈയം ഒരുക്കി ഒഴിക്കും. ഈയം ഒരുക്കി ഒഴിക്കുക എന്ന് പറഞ്ഞാൽ 2 ചെവിയിലും പടച്ചോൻ ഈയം ഒരുക്കി ഒഴിക്കും. ആ ചെവി ദീനിന് വേണ്ടി കേട്ടതല്ല, ബാക്കിയുള്ളവന്റെ ഗീബത്തും നമീമത്തും ഈ രഹസ്യവും ഈ പരസ്യവും അത് കേട്ട് അത് പറഞ്ഞ്
അങ്ങനെയുള്ളൊരു ചെവി പടച്ചോൻ ഈയം വെച്ചുരുക്കി ഒഴിക്കുന്നു. സോളെ ഞാൻ ഇങ്ങനെ എന്നോടെന്ന പോലെ പറയണം എന്താ അറിയോ, നമ്മക്കിടയിൽ ഈ ഛിദ്രതയും ഭിന്നതയൊക്കെ ഉണ്ടാക്കുന്ന ഇതൊക്കെ ഭയങ്കര കാരണമാണ്. നമ്മൾ ആരും ഇപ്പൊ ഈ പള്ളിയിൽ ഞാനടക്കമുള്ള ആരും നിസ്കരിക്കാത്ത നോമ്പാക്കുന്നല്ല. പക്ഷെ ഈ ദീനിൽ കാണിക്കുന്ന സൂക്ഷ്മത നമ്മുടെ പരസ്പരമുള്ള പെരുമാറ്റത്തിലും തഖ്വയിലും വിശ്വാസികളെ പറ്റി നല്ലത് ചിന്തിക്കുന്നതിലും വിശ്വാസികളെ പറ്റി ചീത്തത് കേൾക്കുമ്പം അവനത് ചെയ്യൂല എന്ന് വിചാരിക്കുന്നതിലേക്കും ബാക്കിയുള്ളവന്റെ ന്യൂന നമ്മൾ അറിയുമ്പം ഞാൻ വഴി പടച്ചോനെ ഒരാളും അറിയരുത് എന്ന് തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഈമാനും തഖ്വയും ഉള്ളവരൊക്കെ ആകുക. അതിലേക്കുള്ള പരിശ്രമം ഉണ്ടാകണം. ചെയ്തു പോയ തെറ്റുകൾ അല്ലാണ്ട് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ ദുനിയാവിൽ അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ആരാധനയോടൊപ്പം തന്നെ സ്വഭാവ മേഖലകളിലും പരമാവധി പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് മുഅ്മിനായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ നിന്ന് വിട പറഞ്ഞുപോയ മൺമറഞ്ഞുപോയ മുഴുവൻ ബന്ധുമിത്രാദികൾക്കും ഉസ്താദുമാർക്കും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കും റഹ്മാനായ നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ തെറ്റുകളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഗൾഫ് നാടുകളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മക്കൾക്ക് നന്നായി പഠിക്കാനും അതിലൂടെ ഉന്നതമായ വിജയങ്ങളിലേക്ക് എത്താനും ഹലാലായ സമ്പാദ്യങ്ങളിലേക്ക് എത്തിച്ചേരാനും നാഥ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ വരുമാനങ്ങളിൽ നാഥ ബർക്കത്ത് നൽകുകയും അതിലൂടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ.